പറ്റില്ല. ഈ ആസ്ട്രൽ പ്രൊജക്ഷനും ഈ ആസ്ട്രോ ട്രാവലും ഒന്ന് തന്നെയാണോ? ആസ്ട്രോ പ്രൊജക്ഷൻ ഈ ആസ്ട്രോ പ്രൊജക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നമ്മളെ തന്നെ വേറെ സ്ഥലത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ലണ്ടൻ നഗരത്തിൽ പോകണം. സിൽവ മെഡിറ്റേഷൻ സാറ് പറഞ്ഞ സാറിൻ്റെ രീതിയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഇത്രയും സാറ് പറഞ്ഞു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ എടുക്കണം. എൻ്റെ ക്ലാസ് ഒരു ദിവസമേ ഉള്ളൂ, പക്ഷെ അവരത് പ്രാക്ടീസ് ചെയ്യണം വീട്ടിൽ പോയിട്ട്. ഒരു ദിവസം പോരാ, ഒരാഴ്ച പോരാ, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതല്ലാതെ 2 ദിവസം ചെയ്യും പിന്നെ ചെയ്യാതിരിക്കും എന്നെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ക്ലാസ്സിൽ 5, 6, 7 പ്രാവശ്യം നിങ്ങളെ കൊണ്ട് ഞാൻ പ്രാക്ടിക്കലി ചെയ്യിക്കും. സോ കൺഫേം ചെയ്യും നിങ്ങൾക്കിത് ശരിയായി, നിങ്ങൾക്കിത് നടക്കും എന്നുള്ളത് നിങ്ങളെ കൊണ്ട് തന്നെ ഉറപ്പിച്ചിട്ട് നിങ്ങളത് വിടുന്നുള്ളൂ. എത്ര സമയം അതിന് വേണ്ടി ചിലവാക്കാനും ഞാൻ തയ്യാറാണ്. നേടിയെടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങളത് നേടിയെടുത്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ ദിവസം വന്ന് ചെയ്ത് തരാമെന്ന് എനിക്ക് പറ്റില്ല. നിങ്ങൾ തന്നെ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടുണ്ടോ അവർക്ക് ഏത് നേരത്തും തന്നെ വിളിക്കാം, ഞാൻ മറുപടി കൊടുക്കും. മനസ്സിലായി? 2 ഫോൺ വെച്ചിട്ടുണ്ട്, അവർക്ക് എപ്പോൾ വേണമെങ്കിൽ എന്നെ വിളിക്കാം. ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെയാണോ പഠിപ്പിക്കുന്നത് അതോ ഓൺലൈൻ? ഡയറക്റ്റ്, ഫേസ് ടു ഫേസ്. ഓൺലൈനിൽ പറ്റും, ഓൺലൈനിൽ ചെയ്യുന്നവരുണ്ട്. ഈ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കൊന്നും ഇത് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഓൺലൈനിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തെറാപ്പി ഓൺലൈനിൽ ഞാൻ ചെയ്യും, എനിക്കത് പറ്റും, ഞാൻ ചെയ്യുന്നുണ്ട്. അവർ ഫോൺ ഉണ്ടായാൽ മതി. ഇന്നത്തെ കാലത്ത് എല്ലാം ഫോണിൽ കൂടെയാണല്ലോ, എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പുറത്തൊക്കെ ഉള്ള ഒരുപാട് പേര്, കാനഡയിൽ നിന്നും മറ്റുള്ള UK എന്നൊക്കെ ഉള്ള ഒരുപാട് ക്ലയൻസ് എനിക്കുണ്ട്. ഇതേപോലെ ഫോണിൽ കൂടെ ചോദിച്ച് തെറാപ്പി നടത്തുന്നത് അത് പറ്റും നമുക്ക്. അപ്പോൾ ഇതിൽ മെഡിറ്റേഷനിൽ അഫർമേഷൻസ് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും, ഒക്കെ ചെയ്യാൻ പറ്റും. മെഡിറ്റേഷനിൽ കൊടുക്കുന്ന അഫർമേഷൻസ് സീക്രട്ടാണ്. നിങ്ങൾക്ക് ആ ചെയ്യുന്ന രീതി നിങ്ങളൊന്നും അറിയണ്ട. സിൽവ മെഡിറ്റേഷൻ്റെ ഞാൻ ഹിപ്നോസിസ് ഉപയോഗിച്ചോ NLP ഉപയോഗിച്ചോ നിങ്ങളിത് ഒന്നും അറിയണ്ട. നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ പോകണം, ഡീപ്പ് മെഡിറ്റേഷനിൽ പോകണം എന്നുള്ളതാണ്, അല്ലേ? നിങ്ങളാകെ കൂടെ അറിയുന്നത് 5 to 0 കൗണ്ട് ചെയ്യുക, ഡീപ്പ് മെഡിറ്റേഷനിൽ പോകുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയൊക്കെ വന്നു, ഏതൊക്കെ ഞാൻ പറഞ്ഞു, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ദ ലാസ്റ്റ് സ്റ്റെപ്പ് അതാണ് നിങ്ങൾ അറിയേണ്ടത്. 5 to 0 കൗണ്ട് ചെയ്യുക. കംഫർട്ടബിളി സിറ്റ് സംവെയർ എനിവേർ, എപ്പോഴത്തെ വേണമെങ്കിൽ ചെയ്യാം, ഇന്ന സ്ഥലമൊന്നുമില്ല. കംഫർട്ടബിളായിട്ട് ഇരിക്കണമെന്ന് മാത്രം. അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ പോകും. ഇങ്ങനെ പോകും, കിടന്ന് ചെയ്യാം. നിങ്ങൾ കിടക്കുന്ന ബെഡിൽ കിടക്കരുത്. നിങ്ങൾ കിടക്കുന്ന ബെഡിൽ ഹിപ്നോസിസിനായാലും ഇതിനായാലും എന്തിനായാലും ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങിപ്പോകും. കാരണം നിങ്ങൾ അവിടെ എത്തുമ്പോഴും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് ഓർഡർ തന്നു ഉറങ്ങിക്കോ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോകും. തറയിൽ കിടക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫയിൽ കിടക്കാം, നോ പ്രോബ്ലം. അല്ലെങ്കിൽ വേറെ റൂമിൽ കിടക്കാം. നിങ്ങൾ സ്ഥിരമായി കിടക്കാത്ത റൂമുണ്ടെങ്കിൽ അവിടെ പോയി കിടക്കാം. തല തിരിച്ചു വെച്ച് കിടന്നാൽ അത്രയും നല്ലത്. തലണ വെക്കാണ്ട് തിരിഞ്ഞ് കിടക്കുക. അപ്പോൾ ആ ഒരു കംഫർട്ട് പോയില്ലേ കിടപ്പിൻ്റെ. എന്നിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങൾ അത്ര അറിയണ്ടോ, നിങ്ങൾക്ക് അത്രയും വേണ്ടൂ. ബാക്കി ഒന്നും നിങ്ങൾ അറിയണ്ട. ഒരു 4-5 ബ്രീത്തുണ്ട്, അതെടുക്കുക. അതൊക്കെ നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ട. 5 എണ്ണം വേണോ 10 എണ്ണം വേണോ നിങ്ങളിഷ്ടം. 2 എണ്ണം മതിയോ അത് നിങ്ങളിഷ്ടം. അതെടുക്കുക. 5 to 0 കൗണ്ട് ചെയ്യുക. ഗോ ടു ദ ഡീപ്പ് ലെവൽ ഓഫ് ദ മെഡിറ്റേഷൻ. നിങ്ങൾ പോയിരിക്കും. ഈ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നമുക്ക് ആസ്ട്രോ ട്രാവൽ അല്ലെങ്കിൽ ആസ്ട്രോ പ്രൊജക്ഷൻ, ഈ മെഡിറ്റേഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആസ്ട്രോ ട്രാവലിംഗ് അല്ലെങ്കിൽ എന്താ പറയുക ആസ്ട്രോ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ചിലർ ഇതൊക്കെ നടക്കുന്നത്. കാരണം നിങ്ങൾ യൂണിവേഴ്സിറ്റിക്കുള്ള ട്രാവലിംഗ്, അതാണ് ആസ്ട്രോ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ആസ്ട്രോ ട്രാവലിംഗ് എന്ന് പറയുന്നത്. അപ്പുറത്തെ വീട്ടിലെ കിച്ചണിൽ എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ പോകരുത് ആത്മാവിനെ കൊണ്ട്. അത് എല്ലാവരും വന്ന് ചോദിക്കുന്ന ചോദ്യം അതാണ്. നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ആസ്ട്രോ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് എത്താൻ പറ്റുമോ, അവിടെ പോയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുമോ? പറ്റുന്നുണ്ടാവായിരിക്കാം പലർക്കും, എനിക്കറിയില്ല, എനിക്ക് ആ മെത്തേഡും അറിയില്ല. ഞാൻ കൊണ്ടുപോകുന്ന യൂണിവേഴ്സിറ്റിക്കാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഐ ആം സെയിങ് ആസ്ട്രോ ട്രാവലിംഗ്. അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലെ കിച്ചണിൽ പോയി എത്തിച്ച് നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലത്ത് പോയി നോക്കുക, അയാൾ ഉടുപ്പ് മാറണ്ടോ എന്ന് നോക്കുക, അതൊന്നും എൻ്റെ ജോലിയല്ല. അതൊന്നും ഞാൻ പഠിപ്പിക്കുന്നുമില്ല. പക്ഷെ അത് പറ്റുന്നുണ്ടെന്നൊക്കെ ക്ലെയിം ചെയ്യുന്നു, എനിക്കറിയില്ല. ഇതിനകത്ത് നിങ്ങൾ പിന്നെ കൂടുതൽ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ടെലിപ്പതി. എത്ര ദൂരത്തിരിക്കുന്ന ഒരാളോടും മൈൻഡ് കൊണ്ട് നമുക്ക് നമ്മൾ ഇപ്പോൾ ഒരാൾ എനിക്ക് ഫോൺ ചെയ്യണം, ഞാൻ മനസ്സുകൊണ്ട് ശരിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോൺ ചെയ്യും. അനുഭവമുണ്ട് ചെയ്ത്. ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ
അല്ലാത്തവരല്ല കേട്ടോ. ഒരാളുണ്ടായിരുന്നു ബാംഗ്ലൂർ, ഞാൻ ഇതുപോലെ മനസ്സുകൊണ്ടൊരു 2-3 പ്രാവശ്യം വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചാൽ മതി, എന്തേ ഫോൺ ചെയ്യാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് ഫോൺ വരും. ഇപ്പം ആ ആൾ ഞാനായിട്ട് കണക്ഷനിലല്ല, അതുകൊണ്ട് ഇപ്പം ഞാൻ എങ്ങനെ വിളിച്ചാലും കേൾക്കില്ല. കണക്ഷനുള്ള മറ്റുള്ള വ്യക്തികളെ ഞാനിതുപോലെ മെൻ്റലി വിളിച്ചാൽ വിളിക്കും അവർ. അപ്പോൾ വരും, ഒന്നുകിൽ മെസ്സേജ് വരും അല്ലെങ്കിൽ ഫോൺ വരും. അത് സാധ്യമാവും ടെലിപ്പതി. പിന്നെ ഈ ക്ലെയർവോയൻസ് സംഭവിക്കാൻ പോകുന്ന സംഭവം നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും, കാണും. അത് ചിലവർക്ക് ഭയങ്കര ശല്യമായി മാറിയിട്ടുള്ളവരുണ്ട്. അത് ഈ സിൽവ മെഡിറ്റേഷനെ കൂടെ മാത്രം തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. അതായത് അപ്പുറത്തിരുന്നൊരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതണു, ഇയാൾ പുറത്തിരിക്കുക, പക്ഷേ അയാൾ എഴുതുന്നത് മുഴുവൻ ഇയാൾ കാണുക. എന്നിട്ട് ഇയാൾ പോയിട്ട് ആ ഡോക്ടറോട് പോയി നേരിട്ട് പോയി ചോദിച്ചു, ഇപ്പം ഇന്നതല്ലേ എഴുതിയത് ചോദിച്ചു. ഇയാൾക്ക് ആ മരുന്നിൻ്റെ പേര് പറയാറിയില്ല, പക്ഷേ ഇയാൾ അത് പറഞ്ഞു ഇന്നതല്ലേ എഴുതിയിരിക്കുന്നേ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു അതെ, നീ എങ്ങനെ കണ്ടു? എന്തോ എനിക്കൊന്ന് തോന്നി, ഇതാണ് സംഭവം. മെഡിറ്റേഷൻസ് കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ക്ലെയർവോയൻസ് കിട്ടും. ഈ ആസ്ട്രോ ട്രാവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദിവസം പോകുന്ന അങ്ങോട്ടാണ്, എന്നും ഒരു ദിവസമല്ല, എന്നും നിങ്ങൾ ചെയ്യുന്നതാണ്. അത് ഡെവലപ്പ് ചെയ്യിക്കേണ്ടതൊക്കെ നിങ്ങളുടെ കാര്യം. നിങ്ങൾക്ക് ഇനി ഡെവലപ്പ് ചെയ്യണം, കൂടുതൽ അവിടെ നിന്ന് നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ കാണണം, അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാം, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞാൽ, ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നൊരു വ്യക്തിക്ക് 5 to 0 കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഡീപ്പ് മെഡിറ്റേഷനിൽ പോവും എന്നുള്ളതാണ് എൻ്റെ ഗ്യാരണ്ടി. അതിൽ ആസ്ട്രോ ട്രാവലിംഗ് നടക്കും, മാസ്റ്റേഴ്സിനെ കാണാം, സ്പിരിച്വൽ ഗൈഡിനെ കാണാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിനെ കാണാം, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാക്കളെ കാണാം. ഈ ആത്മാക്കളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയും, ഡെയിലി പോയിട്ട് ഉപദ്രവിക്കരുത് ഇവരെ. എൻ്റെ അച്ഛൻ മരിച്ചു എന്ന് വെച്ചിട്ട് ഞാൻ, അങ്ങനൊരു സംഭവം ഉണ്ട് എനിക്ക് ഇവിടെ തന്നെ, തിരുവനന്തപുരത്ത് തന്നെ ഒരു ലേഡി ഉണ്ട്. ഇവരിടയ്ക്കിടയ്ക്ക് വിളിക്കും, സാറേ എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹിപ്നോസിസിൽ കൂടെ ആകുമ്പോൾ എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ സഹായം ഇല്ലാണ്ട് അവർക്ക് പോകാൻ പറ്റില്ല. വേറെ സിൽവ മെഡിറ്റേഷനിൽ അവർക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ഹിപ്നോസിസ് ടൈമിലാണ് അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ എനിക്ക് അച്ഛനെ കാണണം. ഓക്കെ, ഒരു പ്രാവശ്യം കൊണ്ടുപോയി, ക്ലാസ്സിൽ വന്നപ്പോൾ കൊണ്ടുപോയി. 2 പ്രാവശ്യം ആയപ്പോൾ പിന്നെ അങ്ങനെ വിളിച്ചാൽ വരണ്ടായി, വരില്ല. മനസ്സിലായോ? എന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു, എന്താണ് താങ്കൾ വരാത്തത്? അവർ ഭയങ്കര വിഷമത്തിലിരിക്കല്ലേ. ഇതെന്നും ഇത് തന്നെ പണിയിച്ച് ഞാൻ ചെയ്യും, എനിക്ക് സുഖമാണ് ഞാൻ ദിവസം പറയുന്നുണ്ട്, പിന്നെയും ഇത് തന്നെ വന്നാലോ? കാരണം അതല്ല, അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതൊന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ശരി, അങ്ങനെ അവർ വീണ്ടും കൊണ്ടുപോയി ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള വഴികൾ മുഴുവൻ അവർ പറഞ്ഞു കൊടുത്തു. അത് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അതും ഒരു മാസ്റ്ററാണ്, മനസ്സിലായോ? പക്ഷെ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ പറയുന്ന മരിച്ചുപോയ ആത്മാക്കൾ മാസ്റ്റേഴ്സാണ്. അവർ ഓൾറെഡി നിങ്ങളെക്കാളും ഉയർന്ന തലത്തിലെത്തിയില്ലേ? അപ്പോൾ അവർ നിങ്ങളുടെ മാസ്റ്റേഴ്സ് അല്ലേ? നിങ്ങൾ ഭൂമിയിലല്ലേ, അപ്പോൾ നിങ്ങളുടെ മാസ്റ്റേഴ്സ് ആയില്ലേ? പക്ഷെ ഉയർന്ന തലത്തിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള ആത്മാക്കളെ മാത്രമല്ലേ കാണുള്ളൂ. അതെ, നെഗറ്റീവായിട്ടുള്ളവർ വേറെ സ്ഥലത്തേക്കാണ് പോവുക. അവർ ഏത് തലത്തിലേക്കാണ് പോവുക? അവർ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 1ഉം 2ഉം തലം, അതിലേക്കേ പോവുള്ളൂ. അത് അവർ ചെയ്ത കാര്യങ്ങളുടെ കാഠിന്യം അനുസരിച്ച് അവർ 1ലും 2ലും നിൽക്കും. ഞാനൊക്കെ മിക്കവാറും 1ലേ പോവുള്ളൂ. കാട്ടി പോരുന്നതിൻ്റെ മുഴുവൻ നെഗറ്റീവ് എനർജി അല്ലേ ഞാൻ ഏറ്റെടുക്കുന്നത്. എന്നെ കാണാൻ ആരാ വരിക? നെഗറ്റിവിറ്റി കൊണ്ടല്ലേ വരുന്നത്. ആരെങ്കിലും എനിക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവന്നാൽ മോനെ കുറേ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് തരില്ല. വരുന്നത് മുഴുവൻ നെഗറ്റിവിറ്റി ആയിട്ടാണ് വരുന്നത്. പോകുമെന്നാണ് വിശ്വാസം. അത് പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ നടക്കാതെ ഇതിനൊന്നും പറ്റില്ലല്ലോ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കില്ലല്ലോ. പിന്നെ അല്ല, മറ്റുള്ള ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു തലത്തിലേക്ക് പോകാൻ സാധിക്കില്ലെന്ന് തന്നെയാണ്. അതൊരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ദൈവികമായിട്ട് തന്നിട്ടുള്ളൊരു കഴിവാണത്. ഞാൻ പറഞ്ഞില്ലേ, മണിക്കൂറുകൾ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോഴും എനിക്കൊരു പെയിൻ വന്ന്, ഞാൻ ഇതുവരെ ടാബ്ലറ്റ് നാവിൻ്റെ അടിയിലിട്ടില്ല, മനസ്സിലായോ? എനിക്കൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നില്ല. ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് പോയില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടൊരു കഴിവാണ്. ഈ കഴിവ് തന്നെയാണ് എനിക്ക് ഹിപ്നോസിസ് ഒരാളെ ഞാൻ ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്നത്. അത് ഞാനല്ല, ഞാൻ വെറും ഒരു ബോർഡ് മാത്രം, സൈൻ ബോർഡ് മാത്രമാണ്, ഇതാ ഈ വഴിക്ക് പൊക്കോ എന്നുള്ളത്. അതല്ലാണ്ട് എൻ്റെ കഴിവൊന്നുമില്ല. മേലേന്ന് തരണം എനിക്ക്. ഇതിപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതെനിക്ക് അവിടെ നിന്ന് തന്നിട്ടുണ്ട് ഒരു നിർദ്ദേശം, നീ ഇവിടെ പോയിരുന്ന് സംസാരിക്കേ എന്നുള്ളത്. അല്ലാതെ എനിക്ക് വരാൻ പോലും പറ്റില്ല ഇങ്ങോട്ട്. നേരത്തെ ഞാൻ വിളിച്ച അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് എനിക്ക് വരാൻ പറ്റിയിട്ടില്ലല്ലോ. അതാണ് സാറ് 2 വർഷം മുമ്പ് വിളിച്ചിട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഇത് അവർ പറയണം എന്നോട്. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഒന്നുമല്ല മാഡം.
ഇത് പലരും പറയും ഓ ഭയങ്കര എളിമ കാണിക്കാൻ പറയും. എളിമയല്ല, ഞാൻ അറിഞ്ഞ സത്യമാണ്. ഞാൻ ഒന്നുമല്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചുകൊണ്ട് അത് നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവിടെ നിന്നുള്ള ഇത് തന്നെ വേണം, നിർദ്ദേശം വേണം, ഗൈഡൻസ് വേണം. ഇന്നത് ചെയ്യ് എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ മുന്നിൽ വരുന്നൊരു വ്യക്തിയെ എനിക്കിതാ അവന് വേണ്ടത് കൊടുക്കുകയെന്ന് അവിടെ നിന്ന് പറയണം. ആ വ്യക്തിക്ക് യോഗ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കാണണമെന്നൊന്നുമില്ല, അവർ വേറെ ആളെ കാണാം. മനസ്സിലായോ? അപ്പോൾ അങ്ങേർക്കുള്ള നിയോഗം എന്നെ കാണണം, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നുള്ളത്. കൊടുക്കാൻ എനിക്കൊരു നിയോഗം വേണം, വാങ്ങാൻ അയാൾക്കും ഒരു യോഗം വേണം. ഉണ്ടെങ്കിൽ മാത്രം. സാർ എന്നും ഈ പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് മാസ്റ്റേഴ്സുമായിട്ട് സംവദിക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടാവില്ലേ, ഞാൻ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത്, എൻ്റെ പേർപ്പസ് എന്താണ്? ആദ്യകാലങ്ങളിൽ 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്. നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ചെയ്യുക, അതാണ് നിൻ്റെ വിധി, നീ അതന്നെ ചെയ്താൽ മതി. പിന്നെ ദിവസം വിളിച്ച് ഞാൻ അവരെ ഉപദ്രവിക്കില്ല, ഞാൻ ഒരാളെയും വിളിക്കാറില്ല. എന്തെങ്കിലും മാറ്റം വരുത്തണമോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോയാൽ അത് അന്ന് ചോദിച്ചു, ഒരിക്കൽ ചോദിച്ചു എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ഞാൻ അത് ചോദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞാൻ എന്തിനു ജീവിക്കുന്നതെന്ന് ചോദിച്ചത്. ഞാൻ എന്തിനു ജീവിക്കണം, നിനക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, അതൊക്കെ ചെയ്യണം, ചെയ്ത് തീർത്തില്ലെങ്കിൽ നിൻ്റെ ജന്മം പൂർണ്ണമാവില്ല. ഉത്തരം തന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇതിലിപ്പം ഞാൻ ചെയ്യുന്നതിന് ഞാൻ എന്താണ് മാറ്റം വരുത്തേണ്ടത്, നീ ഇപ്പം ചെയ്യുന്നത് ശരിയായിട്ടുള്ള വഴിയാണ്, ആ വഴിക്ക് പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചിട്ടില്ല ഒന്നും. കാരണം എന്താണെങ്കിൽ ഉപദ്രവിച്ചോട്ട് നീ ഇപ്പോൾ ആ ഇവിടെ ഉള്ള ലേഡിക്ക് പറ്റണം പറ്റും, വിളിച്ചു കഴിഞ്ഞാൽ നീ പോടുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, വെറുതെ വന്ന് വിളിക്കുക ദിവസം എന്ന് പറയും. അതുകൊണ്ട് ഉപദ്രവിക്കാൻ പോയിട്ടില്ല. പിന്നെ എനിക്ക് എൻ്റെ ഗൈഡൻസ് ഉണ്ട്. ഞാൻ പോകുന്നത് എപ്പോഴും എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ആയിട്ടാണ് പോകുന്നത്, ഒന്നുമില്ലായ്മയിലേക്കാണ് ഞാൻ പോകുന്നത്, ഒന്നുമില്ലായ്മയിലേക്ക്, ശൂന്യതയിലേക്കാണ് ഞാൻ പോകുന്നത്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതയാണ്, അതിലേക്കാണ് ഞാൻ പോകുന്നത്. അതാണ് സെക്കൻഡ് ലെവൽ ഓഫ് സിൽവ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എനിക്ക് നല്ല മൂടൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ലെവലിൽ തന്നെ ഞാൻ ഇതും കൂടെ കയറ്റി കൊടുക്കും, സമയം ഉണ്ടെങ്കിൽ. ഇതിന് സമയം വലിയൊരു ഇതാണ്. ഈ 4-5 സെഷൻ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ പറ്റാണ്ടാവും, അപ്പോൾ അത് ചെയ്യില്ല. അല്ലെങ്കിൽ ഇതും കൂടെ കയറ്റി അവരെ ഞാൻ ബ്ലാങ്കിൽ കൊണ്ടുപോകും. ഒന്നുമില്ലായ്മ, നിങ്ങളുമില്ല, നിങ്ങൾക്ക് ചിന്തകളുമില്ല, ഭൂമിയില്ല, ആകാശമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും. അത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾ അറിയുള്ളൂ. ഇരുട്ടോ വെളിച്ചോ അങ്ങനെയൊന്നും കാണില്ല, നിങ്ങൾ ഒന്നും കാണുന്നില്ലെന്ന്. ശൂന്യതയാണ്. ശൂന്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറും ഒരു എയറായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉള്ളത്? പിന്നെ ഒരു എയർ പോലെ നിന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ ഊതിപ്പെരിപ്പിക്കുന്ന ഒരു ബലൂൺ, അതിനകത്ത് എന്താ ഉള്ളത്? ആ കവർ നമ്മൾ കാണുന്നത് അതിൻ്റെ ഇത് കൊണ്ടല്ല. അതിനെ പൊട്ടിച്ചു കഴിഞ്ഞാലോ അത് എയറായി പോയില്ലേ, അത്രേ ഉള്ളൂ. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലർ എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. എത്തുന്നില്ല എന്നുള്ളത് എൻ്റെ കുറ്റമല്ല, എത്തുന്നില്ലെങ്കിൽ എത്തില്ല. ഈ ആസ്ട്രൽ പ്രൊജക്ഷനും ഈ ആസ്ട്രോ ട്രാവലും ഒന്ന് തന്നെയാണോ? ആസ്ട്രോ പ്രൊജക്ഷൻ ഈ ആസ്ട്രോ പ്രൊജക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വേറെ സ്ഥലത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ലണ്ടൻ നഗരത്തിൽ പോകണം, അങ്ങനെ ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു വ്യക്തിയെ കാണണം, അയാളിപ്പോൾ എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെന്ന് പോലും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതൊക്കെയാണ് ഈ ആസ്ട്രോ പ്രൊജക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര പേർക്ക് നടക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, കാരണം എനിക്ക് പറ്റിയിട്ടില്ല, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ട് പോലുമില്ല. ആസ്ട്രോ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്, യു ആർ ട്രാവലിംഗ് ടു ദി യൂണിവേഴ്സ്. അവിടെ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ് അങ്ങോട്ട്, യൂണിവേഴ്സിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അനദർ ഡയമെൻഷൻ. അത് അനദർ ഡയമെൻഷൻ ഒന്നുമല്ല. നമ്മുടെ ആൾക്കാർക്കൊക്കെ വേണ്ടത് അപ്പുറത്തെ വീട്ടിലേക്ക് പോക്ക്, അതല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോക്ക്, സ്ഥലങ്ങൾ കാണൽ, ഇങ്ങനെയൊക്കെയാണ്. നോക്കൂ, ഈ ഡൗട്ട് വരുന്നത് നമ്മുടെ ആൾക്കാർ ഒരിക്കലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഈ ഇത് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും മോശക്കാരാണെന്നുള്ള അഭിപ്രായം അല്ലാണ്ട് പറഞ്ഞത്. ചിലവർ വിളിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനത്തെയൊക്കെയാണ്. ഹിപ്നോസിസിൻ്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്, അമ്മായിമ്മ അടക്കി നിർത്താൻ വല്ല വഴിയുണ്ടോ എന്ന് മരുമോള് വിളിച്ച് ചോദിക്കും. കുറച്ച് കഴിയുമ്പോൾ മരുമോള് വിളിച്ച് ചോദിക്കും, അമ്മായിമ്മ അടക്കി നിർത്താൻ വല്ല വഴിയുണ്ടോ ഹിപ്നോസിസിൽ നിന്ന്. ഈ ഹിപ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യലല്ല, മനസ്സിലായോ? ഹിപ്നോസിസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രീറ്റ്മെൻറ്റായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരുടെ മനസ്സിനെ കീഴടക്കിക്കൊണ്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കലല്ല എൻ്റെ ജോലി. അത് ഞാൻ ചെയ്യാറില്ല, ആരും ചെയ്യില്ല, അത് പറ്റില്ല. നിങ്ങൾ എത്ര ഡീപ്പ് ഹിപ്നോസിസിലാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിരൽ തൊട്ടാൽ മതി, നിങ്ങളറിയും. നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ സെൻസുകൾ കൂടുക ചെയ്യുന്ന ഹിപ്നോസിസ് ടൈമിൽ. അത് നിങ്ങളുടെ കേൾവി കൂടും, കാഴ്ച മാത്രം ഉണ്ടാവില്ല, കാരണം കണ്ണടഞ്ഞിരിക്കുക. സ്മെല്ല് വരും, ടച്ചിങ് വരും, എല്ലാം നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാം അറിയും നിങ്ങൾ.
പിന്നെ അത് അറിയിക്കാണ്ടിരിക്കണമെങ്കിൽ ആ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതെപ്പോഴാണോ നമ്മുടെ ആവശ്യം നമ്മൾ ആ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ കൊണ്ടുപോകും അവരെ. പക്ഷേ യൂഷ്വൽ കോഴ്സിൽ നിങ്ങളിതെല്ലാം അറിയും. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കും ചെവി കൂടെ. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറുന്നു. അവിടെ നമ്മൾ വേണ്ട ചേഞ്ചസ് കൊടുക്കുന്നു ബൈ സജഷൻസ്. ഏറ്റവും വലിയ മാറ്റം എന്താ വരുന്നത്? നിങ്ങൾക്ക് എന്ത് മാറ്റമാണോ ആവശ്യം. നോക്കൂ, നിങ്ങൾ എന്നെ കാണാൻ വരുന്ന പലരും പല രീതിയിലാണ് വരുന്നത്. ഭാര്യ പറയും ഭർത്താവിൻ്റെ സംശയം, ഭർത്താവിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഭർത്താവ് വരും ഭാര്യയ്ക്ക് വേറെ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. ഇവർ രണ്ടുപേരുടെ ആവശ്യം എന്താ? ഇവരെ തമ്മിൽ സ്നേഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുള്ളൂ, അല്ലേ? അത് ചെയ്യും. അവർ രണ്ടുപേരെയോ സംശയം എടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാവും. അവരെ മുട്ടിപ്പിടിച്ച് പോക്കോളൂ. നമ്മുടെ ജോലി അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുക. എനിക്ക് ഇന്ന പ്രശ്നമാണ് മാറേണ്ടത്. അവരെന്തെങ്കിലും പ്രശ്നമില്ലാതെ എന്നെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് പറയുന്നത് അല്ല, പ്രശ്നം എന്താണെന്ന് ചോദിക്കും. ചിലവർക്ക് പറയാറിയില്ല പ്രശ്നം എന്താണെന്നുള്ളത്. ഇപ്പോൾ 10 വയസ്സിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവം. എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ടുണ്ട്. കുട്ടി തന്നെ പറയാൻ പറ്റില്ല, 23 വയസ്സ് 24 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അവർ വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു ഇതുപോലെ നോർമലായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഹിപ്നോസിസിൽ കൊണ്ടുപോയി ഏജ് റിഗ്രഷൻ മെത്തേഡാണ് അതിലിങ്ങനെ കൊണ്ടുപോയി 10 വയസ്സിൽ ഇവരാരും അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവരുടെ ഉള്ളിൽ. പക്ഷെ അതൊക്കെ ഇവർ തലേന്നൊക്കെ പോയി ഇവരുടെ, കാരണം എങ്ങനെയൊക്കെയോ അതൊക്കെ പോയി. ഇപ്പോൾ ഒരു 10-24 വയസ്സുണ്ടാവും ആ പ്രായത്തിൽ. ആ സമയത്ത് ഇവർക്ക് പെട്ടെന്ന് അതേ റിസംബ്ലൻസിൽ ഒരാളെ കണ്ടു. അന്ന് ഈ കുട്ടിയെ അബ്യൂസ് ചെയ്തിട്ടുള്ള ആളെ ഈ കുട്ടി കണ്ടു. പോയി, അപ്പോൾ പോയി എല്ലാം. അതുവരെ ഉണ്ടായിരുന്ന ആളെ മാറി. മനസ്സിലായോ? അപ്പം അത് വരുമ്പോഴും ഈ 10 വയസ്സിൻ്റെ കഥ കൊച്ചിനെ അറിയുന്നില്ല. ഈ ആളെ കണ്ട രൂപം കണ്ടതിൻ്റെ കഥയും കുട്ടിക്ക് അറിയുന്നില്ല. നമ്മൾ ഹിപ്നോസിസിൽ കൊണ്ടുപോയി ഏജ് റിഗ്രഷൻ നടത്തി ചോദിച്ച് വന്ന് ഈ ലെവലിലേക്ക് എത്തിയപ്പോൾ പറയുന്നത്, ഞാൻ അയാളെ ഇന്ന് വീണ്ടും കണ്ടു. അതെനിക്കൊരു ഷോക്കായി. എൻ്റെ മനസ്സിനെ താങ്ങാൻ പറ്റുന്നില്ല. പഴയതെല്ലാം എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. അപ്പം നമ്മൾ വീണ്ടും അതിലേക്ക് ആ കാലത്തേക്ക് പോയി ആ സംഭവം അവിടെ നിന്ന് എടുത്ത് കളഞ്ഞേ പറ്റും. അത് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റിങ് നടക്കില്ല. അതിനെ നമ്മൾ വേറൊരു രൂപത്തിലേക്ക് ആക്കും. അതിനെ നമ്മൾ വേറൊരു സംഭവമാക്കി മാറ്റി അവർക്ക് കൊടുത്ത് പ്രശ്നമില്ലാത്ത രീതിയിലാക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്ന് ഇപ്പോൾ ഇവർ കണ്ട റിസംബ്ലൻസ് അപ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത് കളയും. എന്നിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കറക്റ്റായി. അപ്പോൾ ആവശ്യം അവരുടെയാണ്. അവർക്കത് പറയാനും അറിയില്ല, എനിക്ക് എന്താ സംഭവിച്ചതെന്നുള്ള അറിയില്ല. ഒരിക്കലൊരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ടീച്ചർ കുറച്ച് നാൾ മുമ്പ്. ടീച്ചർക്ക് പീരീഡ്സ് ടൈം ആകുമ്പോൾ ഫിറ്റ്സ് വരിക, സ്കൂളിൽ ബോധം കെട്ട് വീഴുന്നു. അപ്പോൾ ഈ 4-5 ദിവസം കംപ്ലീറ്റ് ലീവ് എടുത്ത് എല്ലാ മാസത്തിലും 5 ദിവസം ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്കൂളുകാർ എടുത്തുകൊണ്ട് പോകുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അതിന് വീട്ടിൽ പറഞ്ഞു വിടുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആണത് എല്ലാ മാസവും. ഇവരെ കൊണ്ടുവന്നു. ഇതേപോലെ എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാളെ കൊണ്ടുവന്നത് ഹിപ്നോട്ടൈസ് ചെയ്ത് ഇവരെ കൊണ്ടുപോയി ഇവർ ഇവരൊന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതേപോലെ ചെറിയ പ്രായത്തിൽ അയലക്കത്തുള്ളൊരു ചേട്ടൻ അബ്യൂസ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഇവരുടെ മനസ്സിൽ നിന്ന് അവർ വിട്ട് കളഞ്ഞു. അത് പോയി. കാരണം അങ്ങനെ വേറെ ഇതൊന്നുമില്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറച്ച് എന്തൊക്കെയോ ഇത് മാത്രം നടന്നുള്ളൂ, വേറെ ഒന്നും നടന്നില്ല. അത് പോയി. കല്യാണം കഴിഞ്ഞപ്പോൾ ഇവരുടെ തലയിൽ വീണ്ടും ആ സംഭവങ്ങളെല്ലാം ഓടിയെത്തി. ഇത് പിന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. പീരീഡ്സ് ടൈം ആകുമ്പോൾ ഫിറ്റ്സ് വരികയാണ്. അവർക്ക് വായനെന്ന് പറയുമ്പോൾ അതൊക്കെ വരും, അവർ വരും. അത് മാറ്റി കൊടുത്തു. പക്ഷെ അതപ്പോഴും അറിയില്ല ഇന്ന കാരണം കൊണ്ടാണ്. ഇല്ല അവർക്ക് ഇത് തന്നെ. അവർ എത്രയോ സമയം ഞാൻ ചോദിച്ച് ദൈവമേ അന്ന് എത്ര പണിയെടുത്തിട്ടാണ് ഇതൊന്ന് കിട്ടണത്. അത് ഈ ഹിപ്നോസിസിൽ അങ്ങനെയാണ്. കുറേ കാര്യങ്ങൾ 3-4 മണിക്കൂർ വേണം ചില കാര്യങ്ങൾക്ക്. ചിലത് ഞാൻ പറഞ്ഞില്ലേ, സൈക്കിക് മെത്തേഡിൽ കൂടെ എനിക്ക് ചോദിച്ചു വരുമ്പോൾ അവർ തന്നെ പറയും ഇന്നാണ് എൻ്റെ അവരെ കൊണ്ട് പറയിപ്പിക്കണം നമ്മൾ. അതിനുള്ള ചോദ്യം അത് അല്ലല്ല, പല കാരണങ്ങളുണ്ടെങ്കിൽ ചോദ്യം നമ്മുടെ ചോദ്യമാണ്. നമ്മളെങ്ങനെ ചോദിക്കുന്നുള്ളത് അനുസരിച്ചാണ് അവർ റിയാക്ട് ചെയ്യുക. മനസ്സിലായോ? അവിടെയാണ് ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ ബുദ്ധിവൈഭവം എന്ന് പറയുന്ന സംഭവം കിടക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ചോദിക്കുന്നത്
അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്നുള്ള ഇത് വേണം, മേലെ നിന്നുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വായിൽ കൃത്യമായിട്ടുള്ളത് വരുള്ളൂ. നമ്മുടെ നാവിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടുള്ളൂ, അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുള്ളൂ. നമ്മൾ സാധാരണ രീതിയിൽ അടുത്ത് നിന്ന് മലയാളത്തിൽ ചോദിക്കുകയാണ് അവരുടെ അടുത്ത്. അത് എനിക്ക് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ കുറേ ലാംഗ്വേജസ് അറിയാം. പല ഭാഷയാകുമ്പോൾ ഇപ്പോൾ ബോംബെയിലുള്ള ഒരാളാണെങ്കിൽ മറാഠി എനിക്കറിയാം, വേറൊരു സ്ഥലത്തെടുത്തപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് അറിയാം. എനിക്ക് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ളതാണെങ്കിൽ അവരുടെ ഭാഷ അറിയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോമൺ ഭാഷ ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ ഇതിൽ ഏത് ഭാഷ വേണമെങ്കിൽ വ്യക്തമായിട്ട് മറുപടി തരും. ക്ലിയർ ആവില്ല, നമ്മളെ ക്ലിയർ ആക്കി ഇങ്ങനെ ചെവി ഇങ്ങനെ അടുത്ത് വെച്ച് കേൾക്കണം. റെക്കോർഡ് ചെയ്യാൻ വല്ല സാധ്യതയുണ്ടോ? റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റും, അവരുടെ പെർമിഷനോട് കൂടി മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാതെ ചെയ്താൽ അവരറിയൊന്നുമില്ല, പക്ഷെ നമ്മൾ ചെയ്യില്ല, എത്തിക്സിന് എഗെയിൻസ്റ്റാണ്. അപ്പോൾ അവരുടെ പെർമിഷൻ ചോദിക്കും, ഞാൻ റെക്കോർഡ് ചെയ്തോട്ടെ, സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ക്ലാസ്സിന് വേണ്ടിയിട്ടാണോ. ചിലർ പറയും പറ്റില്ല, പറയും അത് വേണ്ട സാറെന്ന് പറയും. ചിലർ പറയും ഓക്കെ പറയും. അപ്പോൾ ഇവർ പറഞ്ഞ ഈ ഒരു കാര്യം അവരുടെ വീട്ടുകാർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അവർ പറയുകയാണെങ്കിൽ മാത്രം പറഞ്ഞു കൊടുക്കില്ല. ഇല്ല അല്ലേ? അത് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. കാരണം എന്താണെങ്കിൽ ആ കൺസൾട്ടിങ് റൂമിൻ്റെ 4 ചുമരിൻ്റെ അകത്ത് ഇവർ പറയുന്നതെല്ലാം നിൽക്കണം. ഇതിന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ എൻ്റെ ക്രെഡിബിലിറ്റി പോയി, മനസ്സിലായോ? അല്ലെങ്കിൽ ഇവർ പറയണം, പറഞ്ഞോളാൻ പറയണം. അതിപ്പോൾ ഒരു 10 വയസ്സോ 15 വയസ്സുള്ള പെൺകുട്ടിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ പോലും പറയുന്നത് പുറത്ത് നമ്മൾ പറയില്ല. എൻ്റെ ഭാര്യയോട് പോലും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാറില്ല ഒരു കാര്യം. ഒരു ക്ലയൻറ്റ് വന്ന് പോയി കഴിഞ്ഞാൽ ഭാര്യ എന്നോട് ചോദിക്കുന്നില്ല എന്തായിരുന്നു പ്രശ്നം, എന്നോട് ചോദിക്കാറില്ല. കാരണം ചോദിച്ചിട്ട് കാര്യമില്ല, പറയില്ല. അല്ല, ഈ വ്യക്തി ഇപ്പം ഒരു സ്ത്രീയാണ് വരുന്നതെങ്കിൽ അവരുടെ കൂടെ വന്ന ഭർത്താവ് ചിലപ്പോൾ പുറത്ത് നിൽക്കുകയായിരിക്കും. ചിലപ്പോൾ എന്താണ് പ്രശ്നം കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ എന്താ സംഭവിച്ചത് കണ്ടുപിടിച്ചു, പക്ഷെ പറയില്ല. നമ്മൾ കണ്ടുപിടിച്ചു, കാരണം പറയേണ്ട കാര്യമില്ല. എനിക്കറിയില്ല. അങ്ങനെ ചോദിക്കാറുണ്ട്, ഇഷ്ടംപോലെ ചോദിക്കും. എല്ലാവർക്കും അറിയണം. ഈ രഹസ്യം അറിയാന്നുള്ളത് സാധാരണ ഒരു കോമൺ മാൻ്റെ ഭയങ്കരമായിട്ടൊരു ആഗ്രഹമാണ്. ഈ എത്തി നോക്കുന്നത് എന്തിനാ? രഹസ്യം അറിയാനാണ്. ഇപ്പം നിങ്ങളുടെ മതിലുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നിന്ന് തല മാത്രം ഇങ്ങനെ 2 കണ്ണ് മാത്രം കാണാൻ പറ്റുന്നത്. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടത്. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ എത്തിച്ച് നോക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. രഹസ്യം അറിയാന്നുള്ളത് ഭയങ്കര സംഭവം. എന്ത് കിട്ടാൻ അവർക്ക് ഒന്നും കിട്ടില്ല. പക്ഷേ ഒരു ആകാംക്ഷ പുറത്ത് നിൽക്കുന്ന ആൾക്ക് കാണുമല്ലോ, എന്തായിരിക്കും സംഭവിച്ചത്, എന്തായിരിക്കും ചോദിച്ചത്. പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പറയും നിങ്ങൾ ഇവിടെ ഇരിക്കുക, അത് കഴിഞ്ഞ് അവരെന്താ പറയണമെന്ന് എനിക്ക് പറയില്ലേ. കാരണം ഈ ഒരാൾ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ, ചിലവരെ ഞാൻ കൂടെ ഇരുത്താറുണ്ട്. പ്രോബ്ലംസ് ഇല്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഹസ്ബൻഡായാലും വൈഫായാലും ഞാൻ പറയും ഇരുന്നോളാൻ പറയും, ഇവിടെ റൂമിൽ തന്നെ ഇരുത്തും. ചില കേസുകളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ വായ തുറക്കില്ല, പറയില്ല അവർ. ഇപ്പോൾ ഭർത്താവ് കൂടെ ഇരിക്കുന്നുള്ള നല്ല ബോധം ഇവരുടെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് ഇവർ പറയില്ല. ഈ ഭാര്യയും ഭർത്താവും കൂടെ വന്നു കഴിഞ്ഞാൽ അത് തലവേദനയും നാറ്റക്കേസുമാണ്. ഒന്നും നല്ല കാര്യങ്ങളല്ല വരുന്നത്, മുഴുവൻ വന്ന് പറയുന്നത് ഇങ്ങനത്തെ കേസുകളുണ്ടാവുള്ളൂ. ഇതെല്ലാത്തിനും പുറമെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന കുറേ കേസുകളുണ്ട്, ഒന്നിലും കൊള്ളിക്കാൻ പറ്റാത്തത്. ഒരു പെണ്ണ് വന്നു ഇതേപോലെ എന്നോട്, എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്, ഹിപ്നോസിസ് ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ട് ഇതിന് വന്നു, ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരണമെന്ന് പറഞ്ഞു. അവന് വന്നോളാൻ പറഞ്ഞു. ഫീസ് കിട്ടിയിട്ട് തന്നെയാണ്, അല്ല വെറുതെ ഒന്നല്ല, വന്നോളാൻ പറഞ്ഞു. വന്നു. അതിൻ്റെ കഥ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ പോലും എന്നെ ചെരുപ്പൂരി അടിക്കും ഞാൻ കേട്ടതിന്. അതുപോലത്തെ കഥ. ഹസ്ബൻഡ് വൈഫിനെ വേറെ ആൾക്ക് കൂട്ടി കൊടുക്കുക, എന്നിട്ട് വന്ന് ചോദിക്കുകയാണ് ഡോർ തുറന്നിടാൻ പറ്റും എനിക്ക് കാണാമെന്ന്. മനസ്സിലായോ? ഇതുപോലെ ഒന്നല്ല കേട്ടോ ആ കുട്ടി എന്നോട് പറഞ്ഞത്. വേസ്റ്റ് ഇതിലാണ് പറഞ്ഞത്. എനിക്കത് പറയാൻ ഇരിക്കേണ്ടതാണോ, അതുകൊണ്ട് പറയാത്തതോ. അപ്പം ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കേട്ടല്ലേ പറ്റുള്ളൂ. ഇതിൽ നെഗറ്റീവ് അല്ലാണ്ട് ഇതിൽ പോസിറ്റീവായിട്ട് എന്താ ഉള്ളത്? പക്ഷെ അങ്ങനെ ഒരാളെ ഹിപ്നോസിസിലൂടെ ഒന്നും എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പറ്റുക? സംഭവിച്ചു പോയ കാര്യങ്ങളല്ലേ, ആ സംഭവിച്ചു പോയതിന് നമ്മൾ അതിൻ്റെ ലാഘവത്വത്തിലേക്ക് കൊണ്ടുവരണം. അതായത് അതിനെ സീരിയസ് ഇഷ്യൂ എന്നുള്ളത് മാറ്റി നമ്മളൊരു സിമ്പിൾ ഇതാക്കി എടുക്കുക, എന്നിട്ട് അവരെ കൊണ്ടുവരിക. പക്ഷേ എങ്ങനെ കൊണ്ടുവന്നാലും ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരിക്കലും മെൻ്റലി യോജിക്കില്ല, ചേരില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ജോലി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അവർ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നും പോകുന്നുണ്ട്. ഇല്ല, ഡിവോഴ്സൊന്നും ആയില്ല. ഈ ട്രീറ്റ്മെൻറ്റിലൂടെ വലിയ പ്രശ്നം തന്നെ, വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല ഇപ്പോഴത്തെ കഥ. അന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്രയും രൂക്ഷമായ പ്രശ്നം ആൾക്കാരുടെ ഉണ്ടോയെന്ന് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഹിപ്നോസിസ് എന്ന് പറയുന്നത് കേൾക്കുന്നവർക്ക് വലിയ പ്രശ്നം തോന്നില്ല,
അവർ വിചാരം ഇത് മനസ്സ് വായിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കും, അല്ലെങ്കിൽ മനസ്സിലുള്ള രഹസ്യങ്ങൾ മുഴുവൻ എടുക്കും. ഈ ആരുടെ രഹസ്യം എനിക്ക് അറിയേണ്ടത്? എൻ്റെ വീട് നിറച്ച രഹസ്യമാണ്. കബോർഡൊക്കെ തുറന്ന രഹസ്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ചാടി വരും. അത്രയധികം രഹസ്യങ്ങളുണ്ട്. ഒരു കാര്യമില്ല അതുകൊണ്ട് എനിക്ക്. അപ്പോൾ ഇവരുടെ വിചാരം ഇത് വലിയ സംഭവമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചത് ചീള് കേസാണ്, ഒന്നിനും ഇല്ലാത്തൊരു കേസാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരെ സംബന്ധിച്ചത് വലിയ സംഭവമാണ്. അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുമ്പോൾ എനിക്കും അത് വലിയ സംഭവമാണ്. ഞാൻ ആ ഫീൽഡിൽ ഞാൻ എടുത്തെങ്കിൽ മാത്രമേ എനിക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ചൈൽഡ്ഹുഡ് ട്രോമ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം, അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. അതിനൊക്കെ ഞാൻ സൈക്കിക് മെത്തേഡിൽ കൂടെ കൊണ്ടുപോയിട്ട് ആ പ്രായത്തിലേക്ക് അവരെ കൊണ്ടുപോയി ആ ട്രോമ അവരെ കൊണ്ട് തന്നെ എടുത്ത് കളയിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. പ്രശ്നം കഴിഞ്ഞു. അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂർ പണി കഴിഞ്ഞു. മനസ്സിലായില്ല? ഏറ്റവും രൂക്ഷമായിട്ട് കണ്ടിരിക്കുന്ന പ്രശ്നം ഇത് തന്നെയാണോ? അല്ലല്ല, ഇല്ലയോ, ഇല്ല. ഇതിൽ രൂക്ഷമായിട്ടുള്ള ഒരുപാടുണ്ട്. പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണോ അനുഭവിച്ച്? രണ്ടും ഉണ്ട്. അനുഭവം കൂടുതൽ സ്ത്രീകൾക്കാണ്. അത് സാഡായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ലേഡീസിനാണ് വരുന്നത്. ആണുങ്ങൾക്ക് ഇതുപോലെ പ്രശ്നമില്ല, പക്ഷെ ആണുങ്ങൾക്കും പ്രശ്നമുള്ളവരുണ്ട്. ആണുങ്ങളുടെ പ്രശ്നം വേറെ തരത്തിലാണ്. ആണുങ്ങളുടെ പ്രശ്നം വേറെയാണ്.